ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു ഹെയർ മാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹെയർ മാസ്ക് ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ ഈ ലോ പോറോസിറ്റി ഹെയറുകാർക്ക് കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് പറയാം. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സൂപ്പർ ഹെയർ മാസ്കാണ്. ലോ പോറോസിറ്റി ഹെയർ, അതായത് പപ്പറവറാന്ന് പറഞ്ഞ് പറന്ന് വലിയ മോയ്സ്ചറൈസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന മുടിയുള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ലോക്കാവും. അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മുടി കൊഴിച്ചിലുണ്ടല്ലോ, അത് തടയാനും സഹായിക്കുന്ന ഒരു സൂപ്പർ അടിപൊളി ഒരു ഹെയർ മാസ്കാണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാൻ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള എൻ്റെ റിസൾട്ടാണിത്. നല്ല രീതിയിൽ മുടി ഞെരുക്കത്തിൽ കിളിച്ച് വരാനും സഹായിക്കും. അതേപോലെ നല്ല മോയ്സ്ചറൈസ് ആയിട്ട് മുടി കിടക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. മുടി ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കത്തൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ഈ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ, അതെങ്ങനെയാണെന്നും ഒക്കെ. അപ്പോൾ ഇത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ കഴുകിക്കളയുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകുക. കുറച്ച് സമയം എടുത്ത് കുറച്ച് തോനെ വെള്ളം എടുത്ത് തന്നെ കഴുകിക്കളയുക. പഴമാണ്, മുടിയിൽ ഒട്ടിപ്പിടിച്ചാൽ പോകാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകിയാൽ പോലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഒരു ചീപ്പ് വെച്ചിട്ട് മുടി കഴുകുമ്പോൾ ഇങ്ങനെ ചീകി കഴുകുക. അപ്പം ചീപ്പിനകത്തിലും കൂടെ പറ്റി ഇങ്ങ് പോയിരുന്നോളും. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ മുടി പറ്റിപ്പിടിച്ചും സ്കാൽപ്പിലും ഒക്കെ പറ്റിപ്പിടിച്ചിരുന്നിട്ട് നാളെ ആകുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിനും താരനുണ്ടാവാൻ ഇടയാകും. പിന്നെ പറയരുത് ഈ മാസ്ക് ചെയ്തിട്ടാണ് താരനായതെന്ന്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ സ്കാൽപ്പും മുടിയും നല്ലതായിട്ട് കഴുകി കഴിഞ്ഞാൽ മുടി ഉണങ്ങി കഴിയുമ്പോൾ സൂപ്പർ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.